ഗുജറാത്തിലെ ബാലസ്നോർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഡൈനോസർ ഫോസിൽ പാർക്ക് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന യാത്ര ഇത് അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ആദ്യം പ്രദർശനത്തിനായിട്ട് വെച്ചിരിക്കുന്നത് ഒരു എർത്ത് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഗാലറിയാണ്. ഒത്തിരിയേറെ ഗാലറികളുണ്ട്. ഓരോ ഗാലറികളുടെയും കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, അതിനുശേഷം ഡൈനോസറുകൾ എന്ന് പറയുന്ന ഇത്രയും വലിപ്പമേറിയ ജീവസമൂഹം ഈ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി, എങ്ങനെ നാമവിശേഷമായി, ഈ ഒരു ചിത്രീകരണമാണ് ഓരോ ഗാലറിയിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഗാലറിയിലൂടെയാണ് എൻ്റെ വീഡിയോ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, ഭൂമി ഉണ്ടാകാനുള്ള കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത്, അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ നമുക്ക് ചരിത്രപരമായിട്ടും അല്ലാതെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കി തരുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഗാലറി പ്രദർശനമാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചത്. അതിലൂടെ കണ്ണോടിച്ച്, പ്രത്യേകിച്ച് ക്യാമറ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ഞാൻ പരമാവധി ഇത് എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടം മുഴുവനും, ഭൂമി മുഴുവനും അടക്കി വാണിരുന്ന ബൃഹത്തായ ഒരു മൃഗമാണ് ഡൈനോസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോസിലുകളിൽ നിന്നാണ് ഇത്രമാത്രം വലുപ്പമേറിയ ഈ ഒരു ജീവസമൂഹം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്നും ഒരു കാലഘട്ടത്തിൽ എന്തോ ആവാസ വ്യവസ്ഥയുടെ വ്യത്യാസം മൂലം നാമവിശേഷമായി എന്നും ഒക്കെയുള്ള ചിന്തകൾ പകർന്നു നൽകുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് ഈ ഒരു ഗാലറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ ഗാലറി രംഗങ്ങൾ ഏറെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിരസമായ പ്രദർശനം മാത്രമായിട്ട് ഇത് നിലകൊള്ളുകയാണ്. ചരിത്രത്തെ സ്നേഹിക്കുക, ചരിത്രത്തിൽ നിന്ന് അറിവ് നേടുക, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, ഈ കാര്യങ്ങളാണ് ഈ ഗാലറി കൊണ്ട് പ്രധാനമായിട്ടും ഗുജറാത്ത് സർക്കാരും ഗുജറാത്ത് ടൂറിസവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ നല്ല രീതിയിൽ ഈ ഒരു പ്രദർശനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ള വിശകലനം മാത്രമാണ് എന്നുകൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.